ഹലോ വർമിസേ, നമ്മുടെ ടേക്ക് ഓഫ് ഹ്യൂമൻ ലവ് സ്റ്റോറി വരാൻ കുറച്ച് ലേറ്റ് ആവും കേട്ടോ. അപ്പോൾ നമുക്ക് വെയിറ്റിംഗ് ഫോർ യുവർ ലവിലേക്ക് പോയാലോ? നമ്മുടെ ഇനിയിപ്പോൾ ഞാൻ എന്തിനാ പറയുന്നത്, നമുക്ക് കാണാം. എന്നാലും എൻ്റെ ചിമ്മിച്ചായ, നിങ്ങൾ ഒരു പ്രാവശ്യം പോലും എന്നോട് പറഞ്ഞില്ലല്ലോ നിങ്ങളിങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഹോബി, ഞാൻ വിളിച്ചപ്പോൾ നിനക്കെങ്കിലും ഒന്ന് പറഞ്ഞൂടെയെന്നോ നിങ്ങളിങ്ങോട്ട് വരുന്നുണ്ടെന്ന്. യോഞ്ചി, എന്താടാ, ഒന്ന് വിളിച്ച് പറഞ്ഞൂടെയെന്നോ? ഞാൻ ശരിക്കും സർപ്രൈസ് ആയിപ്പോയി. അതെ, ഞങ്ങൾക്കറിയാം നീ ശരിക്കും സർപ്രൈസ് ആയണം. പക്ഷേ അതിന് കുഴപ്പമില്ല, അതിനു വേണ്ടി തന്നെയാണ് ഞങ്ങൾ പറയാതെ വന്നത്. നീ അപ്പോൾ അല്ല ഹാപ്പി അല്ലേ? അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നീ ഞങ്ങളെ 3 പേരെ മാത്രമേ കണ്ടിട്ടുള്ളൂ, വേറെ ആളും കൂടെ ഞങ്ങൾ കൂടെ വന്നിട്ടുണ്ട്. നീ കണ്ടില്ലേ? കണ്ടു. അതിനിപ്പോൾ ഞാൻ കുറച്ച് മാസമായിട്ട് ഇവിടെ കാണുന്നുണ്ടല്ലോ ഓൾറെഡി. പിന്നെ എന്താ? ഓഹോ, എൻ്റെ ബീറ് അതുകൊണ്ടാണോ എന്നെ കാണാത്ത പോലെ നടിക്കുന്നത്? ഓ, എപ്പോഴാണോ ഞാൻ തന്നെ ബിയറായത്? ഒരു കാര്യം പറഞ്ഞേക്കാം, വായ തോന്നി എന്നും വിളിച്ചു പറയാൻ ലൈസൻസ് ഞാൻ തന്നിട്ടില്ല. ഞാൻ വിളിക്കും, എനിക്ക് ഇഷ്ടപ്പെട്ട എന്തും വിളിക്കും. അതിന് നിൻ്റെ സമ്മതം എനിക്ക് വേണ്ട കേട്ടോ. സമ്മതം വേണ്ട സമയം വരും, അപ്പം ഞാൻ സമ്മതം ചോദിച്ചോളാം. ഇപ്പം എനിക്ക് എന്തായാലും സമ്മതം വേണ്ട. എൻ്റെ പൊന്നു കുക്കി, ഇവിടെ ഞങ്ങളെല്ലാവരും ഉണ്ട്, അത് നീ മറന്നോ? ഈ ഞങ്ങളെയൊക്കെ ഒന്ന് ആലോചിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ ഒറ്റക്ക് ഇരിക്കുമ്പോൾ തല്ലോടുന്ന പോലെയല്ല, ഞങ്ങളെല്ലാവരും ഉള്ളപ്പോൾ ഇതേപോലത്തെ സംസാരം ഉണ്ടാവുന്നേ. ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. അയ്യേ, നാണം കെടുത്തി കുക്കി, എന്തൊക്കെയാ വിളിച്ച് പറയുന്നേ? സോറി, അത് ഞാൻ അങ്ങ് വിട്ടുപോയി. അല്ലെങ്കിൽ ഇയാളെ കാണുമ്പോൾ പിന്നെ മറ്റൊന്നും കാണാൻ പറ്റില്ല, അതെന്താണെന്നറിയില്ല. അതെനിക്കതേ അറിയാം. അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ ആദ്യം തന്നെ ഇവിടെ അടുത്തേക്ക് പറഞ്ഞേക്കാൻ. ഞങ്ങൾ വന്നാൽ പിന്നെ പ്രശ്നമില്ലല്ലോ, ധൈര്യത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവരാമല്ലോ. അതുകൊണ്ടാ. ചിമ്മിച്ച എന്താ പറഞ്ഞേ? അപ്പോൾ ഇത് നിങ്ങളുടെ പ്ലാൻ ആയിരുന്നു ഇതൊക്കെ? എൻ്റെ ദൈവമേ, ഞാൻ എന്തായി പറഞ്ഞേ? അയ്യോ, അല്ലതേ, പ്ലാനൊന്നും അല്ല. അവനിവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നോട് വീട് ചോദിച്ചു. അപ്പോൾ ഞാൻ നിൻ്റെ വീട്, ഈ വീട് പറഞ്ഞു കൊടുത്തില്ല, പകരം വേറെ വീട് പറഞ്ഞു. അതാ കുക്കി പറഞ്ഞേ, അല്ലാതൊന്നുമല്ല. നീ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട, അല്ലാതെ എനിക്കൊന്നും അറിയില്ല. ദൈവമേ, ചിമ്മിപ്പെട്ടോ. എന്ത്? ചിമ്മിയോട് ഞാൻ ചോദിച്ചു ആദ്യം. അല്ലേ, അവൻ ആദ്യം ഇവിടെ പറഞ്ഞെങ്കിൽ എനിക്കിപ്പോൾ നല്ല സെറ്റാക്കായിരുന്നു. അതാലോചിച്ച് പറഞ്ഞു തന്നേയുള്ളൂ ഞാൻ. തന്നോടല്ലേ? ഓ, തന്നോട് പറഞ്ഞേക്കാന്നല്ലേ. ഇച്ചായ, നിങ്ങൾ വന്നേ, ഞാൻ റൂം കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ എനിക്കുള്ള റൂം ആര് കാണിച്ചു തരാം? എനിക്കുള്ള റൂമോടെ കാണിച്ചോണ്ടാ? എന്താ, തനിക്കുള്ള റൂമോ? അതിന് താൻ ഇവിടെയാണ് താമസിക്കാൻ പോകുന്നത്? അതേലോ, ഞാൻ ഇവിടെ തന്നെ താമസിക്കാൻ പോകുന്നത്. അല്ല, ഇനിയിപ്പോൾ ഇവിടെ റൂമില്ല എന്നുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ കിടന്നോളാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല. എൻ്റെ ദൈവമേ, ഈ കുക്കിക്ക് ഇത് എന്താ പറ്റി? ഇങ്ങനത്തെ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത്? ഇങ്ങനെ സെൻസിലല്ലേ ഉള്ളത്? അയ്യടാ, ചെക്കൻ്റെ പൂതി. മോർണിംഗ് വന്നേ, ഇവിടെ ഒരുപാട് റൂമുണ്ട്, നിനക്ക് കിടക്കാൻ മാത്രമല്ല. നീ വേണമെങ്കിൽ നിൻ്റെ ലഗേജ് വെക്കാൻ വേറെ റൂം വേണമെങ്കിലും ഞാൻ തരാം, കാരണം അതിന് മാത്രം റൂം ഇവിടെ ഉണ്ട്. മോൻ അങ്ങനെ ബുദ്ധിമുട്ടണ്ട, വാ, ഞാൻ നിനക്ക് റൂം കാണിച്ച് തരാം കേട്ടോ. എനിക്ക് വയ്യ ഈ ഡ്രാമ കാണാൻ. അയ്യോ, എന്താ ഇത്? ഹോബി, നീ എന്തൊക്കെയാ പറയുന്നേ? മിണ്ടാതിരി. അത് പറഞ്ഞപ്പോഴാ ഓർത്ത്, ഷുഗേട്ടെന്ന് വരാഞ്ഞേ? ഏട്ടനും കൊണ്ടുവന്നൂടെയെന്നോ? ഞങ്ങളെ കൂടെ ഏട്ടനും വരാനിരുന്നതാ. പക്ഷേ ഏട്ടനെ പ്രിൻസിപ്പാൾ ചതിച്ചു. എന്താ ചതിച്ചെന്നോ? നീ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലായില്ല. എടീ തേയാ, അങ്ങേരാ വോളിബോളിൻ്റെ എല്ലാ ചുമതലയും എൻ്റെ ഇച്ചാൻ്റെ മേത്തേക്ക് അങ്ങ് വെച്ചു. അതുകൊണ്ട് ഇച്ചാന് പോരാൻ പറ്റിയില്ല. ഇന്നടെ എന്തോ കളി ഉണ്ടെന്നും പറഞ്ഞു, അതുകൊണ്ട് എന്തായാലും വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അയ്യോ, എൻ്റെ കൊച്ചിച്ചാനെ മിസ് ചെയ്യുന്നുണ്ടോ? സാരമില്ല കേട്ടോ, നമുക്ക് പറയാം, വിളിക്കാം. അതെ, വിളിക്കാം. ഇപ്പോൾ വാ, എന്തായാലും എനിക്ക് റൂം കാണിച്ചതാ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. നിങ്ങൾ വരി, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്കുള്ള റൂം. അങ്ങനെ അവരെല്ലാവരും റൂമിലേക്ക് പോയി.
ഇതേ സമയം ചിമ്മി ഡാ 1 മിനിറ്റ്, ഞാൻ എൻ്റെ ലഗേജൊക്കെ വെക്കട്ടെ. 1 മിനിറ്റ്, ഇപ്പം കാണിച്ചു തരട്ടെ എൻ്റെ റൂം. അങ്ങനെ ചിമ്മി ലഗേജൊക്കെ വെച്ചിട്ട് നമ്മുടെ കുക്കിയും കൊണ്ടിട്ട് കുക്കിയുടെ റൂമിലേക്ക് പോയി. വാവ്, അടിപൊളിയാണല്ലോ റൂം. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ല, ഇവിടെ എന്താ കുറേ ബീറുകൾ കുറേ ഉണ്ടല്ലോ. അതൊക്കെ നിൻ്റെ തേൻ്റെ പണിയാണ്. അവിടെ ഇവിടെ വന്നാൽ ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് എല്ലായിടത്തും. എന്തായാലും എനിക്കിത് ഇഷ്ടമായി. പിന്നെ നിൻ്റെ നേരെ അപ്പുറത്തുള്ളത് 3rd റൂമാണേ. പിന്നെ അതിൻ്റെ നേരെ തൊട്ട് ലെഫ്റ്റ് ഭാഗത്തുള്ളത് നമ്മുടെ ഹോബിയുടെ റൂം. അതിൻ്റെ നേരെ അടുത്തുള്ളത് നമ്മുടെ യൂഞ്ചിയുടെ റൂം. ഓക്കെ, എൻ്റെ റൂം യൂഞ്ചിൻ്റെ തൊട്ടടുത്തുള്ളത്. ഓക്കെ, അപ്പം റൂമൊക്കെ സെറ്റാണ് അല്ലേ? എന്തായാലും താങ്ക് യു. പിന്നെ അല്ല, സെറ്റാക്കാതെ പിന്നെ ഇവിടെ സെറ്റാവലും എൻ്റെയും കൂടി ബാധ്യതയായി പോയില്ലേ, അതുകൊണ്ട് മാത്രം. താങ്ക് യു ഡാ, താങ്ക് സോ മച്ച്. പിന്നെ ആയിക്കോട്ടെ, ഞാൻ പരിഗണിച്ചിരിക്കുന്നു. എന്നാൽ ശരി, നീ ഫ്രഷായി കിടന്ന് ഉറങ്ങിക്കോ, നല്ല ക്ഷീണമല്ലേ. അങ്ങനെ അതും പറഞ്ഞ് ചിമ്മി അവിടെ നിന്ന് പോയി. കുക്കി ഫ്രഷ് ആവാൻ ബാത്റൂമിലേക്കും പോയി. ചിമ്മി മുങ്ങണ്ട, അവിടെ നിന്നേ, എനിക്കൊന്ന് സംസാരിക്കണം. ഒന്നിങ്ങോട്ട് വന്നേ. ഹാളിൽ കണ്ട് ചിമ്മി വല്ല കാണാതെ മുങ്ങാൻ നോക്കിയതാ. പാവത്തെ പിടിച്ചു. നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ശ്രദ്ധിച്ചില്ല. നിങ്ങൾ രണ്ടുപേരോ? അല്ല, നിങ്ങൾ രണ്ടുപേരും എന്താ ഇവിടെ? ഞങ്ങളിവിടെ പെട്ടിരിക്കുക. ഇനി ചിമ്മിച്ചാനും കൂടെ ഉണ്ടായിരുന്നല്ലോ, സാരമല്ല. എന്താ കാര്യം? അല്ല, എനിക്കെന്താ ഭയങ്കര ക്ഷീണം. ഞാൻ പോയി ഒന്ന് കിടന്നാലോ? അയ്യോ, പാവത്തിന് ഉറക്കം വരുന്നുണ്ടോ? സാരമല്ല കേട്ടോ, ഞാൻ ഉറക്കി തരാം. ഏതായാലും എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം കേട്ടതിന് ഉത്തരം തന്നിട്ട് പോയാൽ മതി എല്ലാവരും. ദൈവമേ, സബാഷ്. ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല. ഡബിൾ ബിയർ ഓണാവുന്നതിന് മുമ്പ് എല്ലാം പറഞ്ഞേക്കണം, അല്ലെങ്കിൽ ഇവിടെ എന്നെ തിന്നു. അല്ലെങ്കിലും എനിക്കറിയാം ഈ പെണ്ണിൻ്റെ മുമ്പിൽ ഒന്നും ഒളിപ്പിച്ചേക്കാൻ പറ്റില്ലെന്ന്. ഇനിയിപ്പോൾ എന്താ ചെയ്യാം? എങ്ങനെയും ഇവിടെ വല്ല മാർഗം തെളിയിച്ച് കൊണ്ട് ദൈവമേ. കൂടുതൽ വട്ടം കളിക്കാതെ ഉള്ള സത്യം അങ്ങ് പറഞ്ഞാൽ നല്ല നിലക്ക് നിങ്ങൾക്ക് പോയി ഉറങ്ങാം. അല്ലെങ്കിൽ ചിമ്മിച്ചായ എന്നെ അറിയാലോ. സത്യം പറഞ്ഞു, ഇതെല്ലാം നിങ്ങളുടെ പ്ലാനല്ലേ? പ്ലാനോ? പ്ലാനല്ല, എന്നാൽ ചെറിയൊരു പ്ലാനുണ്ട്. കൂടുതൽ എന്നെ വളക്കാൻ നിൽക്കണ്ട. എനിക്കറിയാം നിങ്ങളെന്തോ പ്ലാൻ ഇട്ടിട്ട് തന്നെ ഇവിടെ എത്തിയതെന്ന്. ഇനിയുള്ള സത്യം അങ്ങ് പറഞ്ഞോ, എന്നിട്ട് മതി മറ്റെന്തോ. അത് പിന്നെ എടീ, നീ പോയി കഴിഞ്ഞാൽ കുക്കിയുടെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. അവനെങ്ങനെ ഈ കഴിഞ്ഞ മാസങ്ങളൊക്കെ കഴിഞ്ഞു കൂട്ടിയെന്ന് ഞങ്ങൾക്കത് പറയാൻ പോലും സാധിക്കില്ല. അങ്ങനെ അവനിങ്ങനെ അത്രയ്ക്ക് ഇഷ്ടമാണ് തേയ. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ കൂടുതലൊന്നും ആലോചിച്ചില്ല. എങ്ങനെയെങ്കിലും നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചേ. പക്ഷേ അതെന്തായാലും നടക്കില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം നീ ഇവിടെ ജോയിൻ ചെയ്തു എന്നുള്ള മെസ്സേജ് നീ തന്നപ്പോൾ തന്നെ എനിക്കതൊരു സംശയമില്ലായിരുന്നു. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചു. അപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നേ. ജോണിയെ പിന്നെ ഞാനൊന്നും ആലോചിച്ചില്ല. ജോണിക്ക് മെസ്സേജ് ചെയ്തു, ഇങ്ങനെ കുക്കിയെക്കുറിച്ചെല്ലാം പറഞ്ഞു. ഇതൊന്നും പറഞ്ഞില്ല. അവിടെ യൂണിവേഴ്സിൽ ഒരു അഡ്മിഷൻ കിട്ടിയാൽ കൊള്ളായിരുന്നു. പിന്നെ കുക്കി നല്ലൊരു ഡാൻസറാണ്, എല്ലാ കാര്യവും പറഞ്ഞു ഞാൻ. അപ്പോൾ അവളെന്നോട് പറഞ്ഞു അവിടുത്തെ പ്രിൻസിപ്പാളുമായിട്ട് നല്ല കമ്പനിയാണ് ജോണിക്ക്. അതുകൊണ്ട് പ്രിൻസിപ്പാളിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ജോണി ഞാൻ സംസാരിക്കാമെന്നും പറഞ്ഞു. നമ്മുടെ കുക്കിയുടെ ഒരു വീഡിയോ വിട്ടുതരാൻ പറഞ്ഞു ഡാൻസിൻ്റെ. ഞാനത് അപ്പം തന്നെ വിട്ടുകൊടുക്കുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ അറിഞ്ഞത് ഒരു 3 മാസം കഴിഞ്ഞ ശേഷമാണ് റിസൾട്ടൊക്കെ വന്നത്. അതാ ഇത്ര ലേറ്റായത്. എന്തോന്ന് ലേറ്റായെന്ന് എന്നോട് പറയാനോ അതോ ഇവിടെ എത്താനോ? അല്ലെങ്കിലും എനിക്കറിയാം കുക്കി ഇവിടെ എത്തിയപ്പോഴേ
ചിമ്മിച്ചാൻ്റെ എന്തോ ഒരു കൈ അതിൻ്റെ പിന്നിലുണ്ടെന്ന്. പക്ഷെ ഞാനത് വിട്ടു. കാരണം അതിൻ്റെ ചെറിയ സൂചന പോലും എനിക്ക് തന്നിട്ടില്ലല്ലോ എന്ന് ഞാൻ കരുതി. പക്ഷേ ഇപ്പോൾ എനിക്കെല്ലാം കറക്റ്റായി. എന്നാലും ഹോബി യോജി, നിങ്ങൾക്കെങ്കിലും ഒന്ന് എന്നോട് പറയാമായിരുന്നോ? നിങ്ങളെന്താ എന്നോടൊന്നും പറയാഞ്ഞേ? സോറിടാ, ഞാനും ഹോബിയൊക്കെ കരുതി നീ കുക്കിയെ കാണുമ്പോൾ ശരിക്കും ഹാപ്പി ആവുമെന്ന്. ബട്ട് നിനക്കത് ഇഷ്ടമായില്ല എന്ന് ഇപ്പോഴും മനസ്സിലായേ. ഐം സോറിടാ, ഐം റിയലി സോറി. നിന്നോട് ഞങ്ങൾ പറയേണ്ടതായിരുന്നു. അതിനി നീ കരയാൻ ഞാൻ പറഞ്ഞു എനിക്കിഷ്ടമായില്ല എന്ന്. എന്താ അപ്പം നീ ശരിക്കും ഹാപ്പിയാണോ? അതിന് ഞാൻ ഹാപ്പിയാണെന്ന് പറഞ്ഞില്ലല്ലോ. മതി, ഇനി എല്ലാവരും പോയി കിടന്നോ. അതും പറഞ്ഞ് അവളുടെ റൂമിലേക്ക് നടന്നു. ഡബിൾ ബെഡ് ഓണാവാത്തത് എന്തോ ഒരു ഭാഗ്യം കൊണ്ടാ. യോഞ്ചി, നീ ഒന്ന് എൻ്റെ കൂടെ വാ. എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. എൻ്റെ റൂമിലേക്ക് വന്നാൽ മതി. താനൊന്ന് വാ. ചിമ്മിക്കെന്താ എന്നോട് പറയാനുള്ളത്? ഇതാ ഞാൻ വരുന്നു. ഹോബി, ഞാനിപ്പോൾ വരാവേ. ഓക്കേടാ, ഞാൻ റൂമിലേക്ക് പോവാം. എനിക്ക് ഇച്ചാനൊന്ന് വിളിക്കണം. എന്നാൽ ശരി, ഒന്ന് കിടക്കട്ടെ. ബൈ. ഇതേ സമയം തേർഡ് റൂമിലേക്ക് നടന്ന് പോകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തേർഡ് റൂമിൻ്റെ അടുത്തെത്തിയപ്പോൾ അവളുടെ റൂമിൻ്റെ വാതിൽ തുറന്ന് കയറാൻ പോവാണേ. പെട്ടെന്ന് ഏതോ 2 കൈകൾ വന്ന് നമ്മുടെ തേയെ പിടിച്ചങ്ങ് കൊണ്ടുപോയി. നീ എവിടെയായിരുന്നു? കുറേ നേരം ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നു. കുക്കി, താൻ എന്താ ചെയ്യുന്നേ? താൻ മാറി നിന്നേ. നിൻ്റെ ഈ വിളിയൊക്കെ ഞാൻ എത്ര ദിവസമായെന്നറിയോ കാത്തിരിക്കുന്നു. ഇപ്പോഴെങ്കിലും ഒരു തവണ നീ വിളിച്ചാലോ? എനിക്കത് മതി. ഞാനെന്തിനു മാറണം? ഞാൻ എൻ്റെ പെണ്ണിനെ പിടിച്ചേ. എന്താ താൻ മാറി നിന്നേ? ഞാനിപ്പോഴാടോ തൻ്റെ പെണ്ണായി. ഞാൻ തന്നോട് പറഞ്ഞു താൻ മാറി നിന്നേ. എന്നെ വിട്ടേ. ഞാനിപ്പോൾ ചിമിച്ചാനെ വിളിക്കൂ. എപ്പോഴാണോ എന്നാണോ ഞാൻ നിന്നെ കണ്ടേ അന്ന് മുതലേ നീ എൻ്റെ പെണ്ണ. നിനക്കറിയോ, നീ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ എനിക്ക് ദേഷ്യമായിരുന്നു. ആ ദേഷ്യം കൊണ്ടാണ് ഞാൻ നിന്നോടന്ന് പണ്ടൊക്കെ എന്നോട് അങ്ങനെ ബിഹേവ് ചെയ്ത്. ഐ എം സോറി ദാറ്റ് എവറിത്തിങ്. ബട്ട് ദെൻ നൗ ഐ വാണ്ട് യു. ഐ റിയലി വാണ്ട് യു. മൈ ലൈഫ് ഫോർ. അപ്പം തനിക്ക് ജലസ് അടിച്ചതാണല്ലേ? ബട്ട് അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല. അതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ അതൊന്നുമില്ല. ശരിയാ, അത് തന്നെയാണ് ഞാനും പറഞ്ഞു വന്നേ. അത് പണ്ട്, ഇപ്പം അതൊന്നുമില്ല. ഇനി അങ്ങോട്ട് ന്യൂ ലൈഫാണ് നമ്മളത്. കുക്കി അതും പറഞ്ഞ് ബെറ്റിലേക്ക് ചേർത്ത് കിടത്തി. പിന്നെ സ്ട്രോബെറി എടുത്തതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇപ്പോഴും തീർന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഒന്നുകൂടെ വേണം. ഐ എം സോറി. ഞാൻ നിൻ്റെ സമ്മതം ചോദിക്കുന്നില്ല, കാരണം നീ സമ്മതിക്കില്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് മോളെ, ഐ എം സോറി ഫോർ എവറിത്തിങ്. ഹലോ ആർമീസേ, എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ ഐ എം സോറി, നമ്മൾ എപ്പിസോഡ് ഇവിടെ തീരാണ്. എനിക്കറിയാം നിങ്ങളെല്ലാവരും യൂമിൻ്റെ ഭാഗത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണെന്ന്. ബട്ട് ഐ എം സോറി കേട്ടോ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് യൂമിനെ ഇടയാം. ഇന്ന് എനിക്ക് ഇത്രേ പറ്റുള്ളൂ, കാരണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു വീഡിയോ കാണുന്നില്ല, അത് തപ്പി നടക്കുകയാണ് ഞാൻ. ഇന്ന് രാവിലെ മുതൽ അതിൻ്റെ വെയ്ത്തലാണ്, ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. എന്താ പ്രശ്നം എന്ന് മാത്രം കണ്ടെത്താൻ മതി. അതുകൊണ്ട് അതിൻ്റെ കുറച്ച് തിരക്കിലാണ്. അപ്പം ആർമീസെ, ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പിന്നെ വരാം. അപ്പം വീഡിയോസ് കുറച്ച് ലേറ്റ് ആവുകയാണെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. പിന്നെ എന്ത് ചെയ്യുന്നു,
ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം മറ്റൊന്നും ഉണ്ടല്ല, ഒന്ന് എൻ്റെ മോളാണ്, രണ്ടാമത് എൻ്റെ ഫാമിലിയിൽ കുറച്ച് വർത്തമാനങ്ങളൊക്കെ അടിയിൽ നടക്കുന്നുണ്ട്, അതും കൂടി ഉണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. എന്നാൽ ശരി, ബൈ. നിങ്ങൾ എൻജോയ് ചെയ്തോ വീഡിയോ. ബൈ ബൈ.